നമസ്കാരം, പ്രൈം ഡെലീഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ്. അല്ല, ഞങ്ങളുടെ സ്വന്തം അരുവി. സാധാരണ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മുകളിലത്തെ തട്ടുകളിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, പറമ്പിൽ വെച്ചല്ലേ. ഇന്ന് നമ്മൾ മുറ്റത്ത് ഷൂട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിവട ടേസ്റ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് പേരാണ്. അവരെല്ലാം അവിടെ നിൽക്കുക. ആരാന്നറിയണ്ടേ അവര്? നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ റോക്ക് മൗണ്ടിന് സമീപം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മഴക്കുഴി എടുക്കുന്ന ദൃശ്യമാണിത്. മഴക്കുഴി എടുക്കുന്നതുകൊണ്ട് മണ്ണൊലിപ്പ് തടയാനും മഴവെള്ളം ഭൂമിയിൽ താഴ്ന്നിറങ്ങാനും ഇടയാക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഉണ്ണിവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ണിവട ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു തന്നതാണ്. അമ്മച്ചിയുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അമ്മച്ചിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അമ്മച്ചിയുടെ പേര് ഗ്രേസ് ഫിലിപ്പ് എന്നാണ്. ഉണ്ണിവടയ്ക്കുള്ള മാവ് ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരച്ചത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇപ്പം നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുമ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നല്ലേ അരയ്ക്കുന്നത്. ഇവിടെ നേരെ തിരിഞ്ഞാണ്. 2 കപ്പ് ഉഴുന്നിന് 1 കപ്പ് അരി. നമ്മളിവിടെ റേഷ്യോ 1:2 തന്നെയാണ്. പക്ഷെ ഉഴുന്നാണ് 2 കപ്പ്, അരി 1 കപ്പ്. അങ്ങനെ അരച്ച് വെച്ച മാവ് നമ്മൾ അന്നേരം തന്നെ ഉണ്ണിവട ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. തൊട്ട് പുറകിലുള്ള ഒരു അരുവിയാണ്. മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായത്. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ളപ്പോൾ ഇതിലും കൂടുതൽ ശക്തമായിട്ട് വെള്ളം വരും. ഈ വെള്ളം തന്നെയാണ് ഞങ്ങളുടെ കിണറ്റിലേക്കുള്ള ഉറവയും. എടുത്തേക്കുന്ന കുറച്ച് കാന്താരിയാണ്. നിങ്ങൾക്ക് പച്ചമുളക് ഇടാവുന്നതാണ്. പച്ചമുളക് ആകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഉഴുന്നുവടയ്ക്കകത്തൊക്കെ ഇടത്തില്ലേ, അതുപോലെ ഇടാം. ഞാനതുകൊണ്ട് ഇത് കാന്താരി ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ചതയ്ക്കുക, കടിച്ചാലോ എന്ന് കരുതി. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില എടുക്കാം. ഉണ്ണിവടയ്ക്ക് നമ്മൾ കരിയാപ്പില ചെറുതായിട്ട് അരിയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ അരച്ച് വെച്ചെന്ന് പറഞ്ഞ മാവ്. ഇത് ഇഡ്ലി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചേരുവകളെല്ലാം ചേർക്കാം. നമ്മുടെ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ഉണ്ണിവട റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാനല്ല ടേസ്റ്റ് ചെയ്യുന്നത്. വാ നമുക്ക് പോകാം.
എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട്? ആരുടെ ശരിക്കും ഈ റെസിപ്പി അമ്മച്ചിയുടെയാണ്, അമ്മയുടെ അമ്മ ഉണ്ടാക്കി പറഞ്ഞു തന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഉണ്ണിവടയും തൊഴിലുറപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.